ഹലോ വെൽക്കം ടു ദ ചാനൽ ടീച്ച് നോട്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ 12 തുടങ്ങി 16 വരെയുള്ള പേജുകളിലെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. ഇൻ ദ പ്രീവിയസ് വീഡിയോ വി ഹാവ് ലേൺഡ് അബൌട്ട് ദ അറൈവൽ ഓഫ് ഡച്ച്, ബാറ്റിൽ ഓഫ് കൊളച്ചൽ, ഹോർത്തൂസ് മലബാറിക്കൂസ്, ദ അറൈവൽ ഓഫ് ദ ഫ്രഞ്ച് ആൻഡ് ഫ്രം ട്രേഡ് ടു പവർ. Today's video we are going to learn about how the company attained dominance in Indian territories, princely states and the company, and then the tax policies implemented by the British. ഓരോന്നും ക്വസ്റ്റൻ ആൻസേഴ്സിലൂടെ നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിട്ടുപോയിട്ടുള്ള രണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട്. പേജ് നമ്പർ 13 ഒരു ടേബിൾ ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കത് നോക്കാം. ഫസ്റ്റ് വൺ പോർച്ചുഗീസ് ഒക്യുപ്പൈഡ് ടെറിട്ടറീസ്. അതിൽ വരുന്നത് കൊച്ചി, ഗോവ, ദമാൻ ആൻഡ് ദിയു. ദെൻ നെക്സ്റ്റ് വൺ ഡച്ച് ഒക്യുപ്പൈഡ് ടെറിട്ടറീസ്. അതിൽ വരുന്നത് നാഗപട്ടണം, ചിൻസുര, അഹമ്മദാബാദ് ആൻഡ് ബറോച്ച്. നെക്സ്റ്റ് വൺ ഫ്രഞ്ച് ഒക്യുപ്പൈഡ് ടെറിട്ടറീസ്. അതിൽ വരുന്നത് പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി ആൻഡ് യാനം. ഇനി പേജ് നമ്പർ 12 ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ദിസ് ഈസ് എ പിക്ചർ ഫ്രം ഹോർത്തൂസ് മലബാറിക്കൂസ്. ഐഡൻറ്റിഫൈ ദ പ്ലാന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നോക്കാം. ദ നെയിം ഓഫ് ദിസ് പ്ലാന്റ് ഈസ് സോൾട്ടറി ഫിഷ് ടെയിൽ പാം ഓർ ജാഗറി പാം. മലയാളത്തിൽ ചൂണ്ടപ്പന എന്ന് പറയും. ഇനി അതിനൊരു ഡെഫിനിഷൻ കൊടുക്കാനായിട്ട്, ദിസ് ഈസ് എ ട്രീ ബിലോങ്ങിങ് ടു ദ പാം ഫാമിലി. ദ ലീവ്സ് ആൻഡ് സ്റ്റെംസ് ഓഫ് ദിസ് ട്രീ വിച്ച് ഗ്രോസ് ആസ് എ സിംഗിൾ ട്രങ്ക് ആർ ഫെഡ് ടു എലിഫൻസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എലിഫന്റ് പാം ആൻഡ് ഓലറ്റി. ഇത് പനവർഗത്തിൽപ്പെടുന്ന ഒരു വൃക്ഷമാണ്. ഒറ്റതടിയായിട്ട് വളരുന്ന ഈ മരത്തിൻ്റെ ഇലകളും തണ്ടുകളും ആനകൾക്ക് ആഹാരമായിട്ട് നൽകാറുണ്ട്. എലിഫന്റ് പാം അല്ലെങ്കിൽ ഓലറ്റി എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 22. ഹൗ ഡിഡ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ്റർഫിയർഡ് ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇന്ത്യൻ ടെറിട്ടറീസ്? ഇന്ത്യൻ പ്രദേശങ്ങളുടെ ഭരണത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെയാണ് ഇടപെട്ടത്? ആൻസർ നോക്കാം. The British established political dominance in India with the Battle of Plassey in 1757. Land taxes in agriculturally rich Bengal helped the British build up their military power and raise money to conquer the rest of the country. With the Battle of Buxar in 1764, the company acquired the right to collect taxes in the provinces of Bihar, Bengal and Orissa. With that, the East India Company's administrative presence in India became stronger. 1757 പ്ലാസി യുദ്ധത്തോടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ചു. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതികൾ ബ്രിട്ടീഷുകാർക്ക് അവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനും രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കുന്നതിന് പണം സ്വരൂപിക്കാനുമായിട്ട് സഹായിച്ചു. 1764 ബക്സർ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിൽ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനിക്ക് ലഭിച്ചു. അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണപരമായ സാന്നിധ്യം കൂടുതൽ ശക്തമായി. നെക്സ്റ്റ് വൺ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ബാറ്റിൽ ഓഫ് പ്ലാസി. പ്ലാസി യുദ്ധത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതുക എന്നതാണ് ചോദ്യം. ആൻസർ നോക്കാം. ദ ബ്രിട്ടീഷ് എസ്റ്റാബ്ലിഷ്ഡ് പൊളിറ്റിക്കൽ ഡൊമിനൻസ് ഇൻ ഇന്ത്യ വിത്ത് ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757. The Nawab of Bengal, Sirajuddaula, was defeated in this battle by the forces of the East India Company led by Robert Clive. The conquest of Bengal helped the British to bring other parts of India under their control. 1757 പ്ലാസി യുദ്ധത്തോടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയാധിപത്യം സ്ഥാപിച്ചു. ബംഗാൾ നവാബ് സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ബംഗാൾ കീഴടക്കിയത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാനായിട്ട് ബ്രിട്ടീഷുകാരെ സഹായിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ബാറ്റിൽ ഓഫ് ബക്സർ. ബക്സർ യുദ്ധത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതുക എന്നതാണ് ചോദ്യം. ആൻസർ, In 1764, the company acquired the right to collect taxes in the provinces of Bihar, Bengal and Orissa with the Battle of Buxar. With that, the East India Company's administrative presence in India became stronger. The British defeated the combined forces of the Mughal ruler Shah Alam II, the Nawab of Oudh Shujauddaulah and the Nawab of Bengal Mir Qasim in this battle. 1764 ബക്സർ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിൽ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി നേടി. അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണപരമായ സാന്നിധ്യം കൂടുതൽ ശക്തമായി. മുഗൾ ഭരണാധികാരിയായ ഷാ ആലം രണ്ടാമൻ, ഔദിലെ നവാബ് ഷുജാഉദ്ദൗള, ബംഗാൾ നവാബ് മിർ ഖാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെ ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. നെക്സ്റ്റ് വൺ, which war granted the East India Company the right to collect taxes in the provinces of Bihar, Bengal and Orissa?
ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിൽ നികുതി പിരിക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അവകാശം നൽകിയ യുദ്ധം ഏത്? ആൻസർ ബാറ്റിൽ ഓഫ് ബക്സർ ഇൻ 1764. Next one, what were the key factors that helped the British to establish political dominance in India? ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? ആൻസർ ഫസ്റ്റ് പോയിന്റ്, ഡിസ്യൂണിറ്റി അമംഗ് ഇന്ത്യൻ പ്രിൻസിലി സ്റ്റേറ്റ്സ്, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്കിടയിലെ അനൈക്യം. നെക്സ്റ്റ് പോയിന്റ്, മിലിറ്ററി ആൻഡ് ടെക്നോളജിക്കൽ സുപ്രീമസി ഓഫ് ദ ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാരുടെ സൈനിക സാങ്കേതിക മേധാവിത്വം. നെക്സ്റ്റ് വൺ, ഡിഫൈൻ ആംഗ്ലോ മൈസൂർ വാഴ്സ്, ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്താണെന്ന് നിർവചിക്കുക. ആൻസർ, ദ ആംഗ്ലോ മൈസൂർ വാഴ്സ് were fought between the southern princely state of Mysore and the English East India Company. The Mysore army was led by Hyder Ali, who was the ruler of Mysore, and his son Tipu Sultan. The company army and the Mysore sultans clashed 4 times. After Hyder Ali's death, Tipu Sultan commanded the Mysore forces. In the Fourth Mysore War of 1799, Mysore fell when Tipu Sultan was killed by the company forces. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ തെക്കൻ നാട്ടുരാജ്യമായ മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു. മൈസൂർ സൈന്യത്തെ നയിച്ചത് മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദർ അലിയും അദ്ദേഹത്തിൻ്റെ മകൻ ടിപ്പു സുൽത്താനുമാണ്. കമ്പനി സൈന്യവും മൈസൂർ സുൽത്താനും തമ്മിൽ 4 തവണ ഏറ്റുമുട്ടി. ഹൈദർ അലിയുടെ മരണശേഷം ടിപ്പു സുൽത്താൻ മൈസൂർ സൈന്യത്തെ നയിച്ചു. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താനെ കമ്പനി സൈന്യം വധിച്ചപ്പോൾ മൈസൂർ പരാജയപ്പെട്ടു. നെക്സ്റ്റ് വൺ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി ആംഗ്ലോ മറാത്ത വാഴ്സ് ആൻഡ് ദി ആംഗ്ലോ സിഖ് വാഴ്സ്. ആംഗ്ലോ മറാത്ത വാഴ്സ്, ആംഗ്ലോ സിഖ് വാഴ്സ് എന്നിവയെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതുക എന്നതാണ് ചോദ്യം. ആൻസർ, ദ ആംഗ്ലോ മറാത്ത വാഴ്സ് were fought between the English East India Company and the Maratha Kingdom. With the Third Anglo-Maratha War, the Maratha territories came under the British control. With the defeat of the Sikhs in the Anglo-Sikh wars between the Company and the Sikhs, Punjab came under the British rule. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിലാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ നടന്നത്. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. കമ്പനിയും സിഖുകാരും തമ്മിലുള്ള ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിൽ സിഖുകാർ പരാജയപ്പെട്ടതോടെ പഞ്ചാബ് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. നെക്സ്റ്റ് വൺ, വൈ ഡിഡ് ദ ബ്രിട്ടീഷ് കോൺകർ ടെറിട്ടറീസ് ഇൻ ഇന്ത്യ? ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ പ്രദേശങ്ങൾ കീഴടക്കിയത് എന്തുകൊണ്ട്? ആൻസർ, the aim of the British was to procure maximum wealth from the conquered territories. കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്ന് പരമാവധി സമ്പത്ത് സമ്പാദിക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ പ്രദേശങ്ങൾ കീഴടക്കിയത്. നെക്സ്റ്റ് വൺ, വാട്ട് were the methods adopted by the British to procure maximum wealth from the conquered territories? കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്ന് പരമാവധി സമ്പത്ത് സമ്പാദിക്കാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച രീതികൾ ഏതൊക്കെയാണ്? Answer, the methods adopted by British to procure maximum wealth include trade, tax collection and wars. പരമാവധി സമ്പത്ത് സമ്പാദിക്കാൻ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച രീതികളിൽ വ്യാപാരം, നികുതി പിരിവ്, യുദ്ധങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് വൺ, വാട്ട് were the tax policies implemented by the British to establish their dominance in India? ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനായി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇതിൻ്റെ ആൻസർ ടെക്സ്റ്റിൽ പേജ് നമ്പർ 15 ആൻഡ് 16 ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. അതിൽ ടേബിളിൽ ഫസ്റ്റ് വരുന്നത് ടാക്സ്, നികുതി. അതിൽ വരുന്നത് പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് 1793, അതായത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അതിൽ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ബംഗാൾ, ബീഹാർ, ഒറീസ. ദെൻ എക്സിക്യൂട്ടഡ് പേഴ്സൺസ്, അതായത് നടപ്പിലാക്കിയ വ്യക്തി ആരാണെന്ന് വെച്ചാൽ ലോർഡ് കോൺവാലിസ്. ഇനി അതിലെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. ദ സമീന്ദാർസ് ഹൂ വേർ ദ ലാൻഡ് ലോഡ്സ് കളക്റ്റഡ് ഹൈ ടാക്സസ് ഓൺ ബിഹാഫ് ഓഫ് ദ ബ്രിട്ടീഷ്. അതായത് ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഫാമേഴ്സ് were required to pay a fixed amount as tax regardless of fluctuations in yield. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായിട്ട് നൽകണമായിരുന്നു. ഇനി നെക്സ്റ്റ് ടാക്സ് പോളിസി വരുന്നത് റൈറ്റ് വാരി സിസ്റ്റം 1820. അത് നടപ്പിലാക്കിയ പ്രദേശങ്ങൾ സൗത്ത് ഇന്ത്യ, ഡെക്കാൻ. നടപ്പിലാക്കിയ വ്യക്തികൾ തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ്. അതിലെ സവിശേഷതകൾ, പെസൻസ് were considered as landlords, അതായത് കർഷകരെ ഭൂവുടമകളായിട്ട് പരിഗണിച്ചു. ദ ബ്രിട്ടീഷ് കളക്റ്റഡ് ടാക്സസ് ഡയറക്ട്ലി ഫ്രം ദ ഫാമേഴ്സ്, ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു.
Then next point, the British seized the land of farmers who failed to pay taxes. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. നെക്സ്റ്റ് ടാക്സ് പോളിസി മഹൽവാരി സിസ്റ്റം 1822. അത് നടപ്പിലാക്കിയ പ്രദേശങ്ങൾ നോർത്ത് ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ ആൻഡ് പഞ്ചാബ്. നടപ്പിലാക്കിയ വ്യക്തി ഹോൾട്ട് മെക്കൻസി. ദെൻ അതിലെ സവിശേഷതകൾ, ദ വില്ലേജ് വാസ് ട്രീറ്റഡ് ആസ് എ യൂണിറ്റ് ആൻഡ് ടാക്സ് വാസ് കളക്റ്റഡ്. ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചു. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദ വില്ലേജ് വിച്ച് ഡിഫോൾട്ടഡ് ഇൻ ടാക്സ് പേയ്മെൻറ്റ് വാസ് അനക്സ്ഡ് ടു ബ്രിട്ടീഷ് ഇന്ത്യ. അതായത് നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഇനി പേജ് നമ്പർ 15 യെല്ലോ ബോക്സിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഓഫ് ദ മെയിൻ ഈവൻറ്റ്സ് ഓഫ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ഡൊമിനൻസ് ഇൻ ഇന്ത്യ ആൻഡ് ഡിസ്പ്ലേ ഇറ്റ് ഇൻ ദ ക്ലാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് നിങ്ങൾ ഫ്ലോ ചാർട്ട് തയ്യാറാക്കേണ്ടത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് 1600 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദെൻ കോൺകേർഡ് ടെറിട്ടറീസ് മദ്രാസ് 1639, ബോംബെ 1662, കൽക്കട്ട 1698, ദെൻ ബാറ്റിൽ ഓഫ് പ്ലാസി 1757, ബാറ്റിൽ ഓഫ് ബക്സർ 1764. ദെൻ ആംഗ്ലോ മൈസൂർ വാഴ്സ്, അതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാഴ്സ് എന്ന് എഴുതാം. ഓരോന്നായിട്ട് എഴുതാം. ദെൻ നെക്സ്റ്റ് വൺ ആംഗ്ലോ മറാത്ത വാഴ്സ്, അതും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വാഴ്സ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ആംഗ്ലോ സിഖ് വാഴ്സ്, അത് 2 ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ ടുഡേയ്സ് വീഡിയോ. ഇനി അടുത്ത ഭാഗങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരേക്കും ബൈ.